ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാലക്കാട്ട് ബൈ ഇലക്ഷനെ കുറിച്ചാണ്. ബൈ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ചാനൽ തുറന്നു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു മെജോറിറ്റി അവരെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഷാഫി പറമ്പിലിന് കിട്ടിയ 3000 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഇലക്ഷനേക്കാൾ ഈ ഇലക്ഷന് ഒരു 6,000-7,000 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടും കുറവ് സംഭവിച്ചത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലധികം വോട്ട് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അത്ര വലിയൊരു പബ്ലിക് ഫിഗറായിട്ട് പാലക്കാടുകാർ എടുത്തിട്ടില്ല. കാരണം പാലക്കാട്ടിലുള്ള ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യവും നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അവിടെ മത്സരിക്കുന്നതിൽ നമ്മുടെ കൃഷ്ണകുമാർ മാത്രമാണ് പാലക്കാടിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന ഏക വ്യക്തി. അത് മാത്രമല്ല, കൃഷ്ണകുമാറിന് അവിടെ അത്രയ്ക്ക് സ്വാധീനം പാലക്കാടുണ്ട്. അത് രണ്ടാമത്തെ ഘടകം. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും, പക്ഷെ അത് അങ്ങ് എങ്ങനെ നോക്കിയാലും കോൺഗ്രസിന് നല്ല വോട്ട്, ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രവർത്തന മികവ് കൊണ്ട് കോൺഗ്രസിന് നല്ല വോട്ട് കൂടുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 5,000-ൽ താഴെ വോട്ടിന് ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചേനെ എന്ന് നമുക്ക് ഇലക്ഷൻ്റെ ഒരു 4 ദിവസം മുമ്പ് വരെ നമുക്ക് ഉറപ്പായിരുന്ന സാഹചര്യത്തിലാണ് അവരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. സന്ദീപ് വാര്യറിനെ കോൺഗ്രസ്സിലോട്ട് സ്വീകരിച്ച് മറ്റേ ഷോ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പാളയത്തിൽ നിന്ന് കുറേ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളൊരു മികച്ച ഒരു വ്യക്തിയെ നമ്മൾ BJPയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി സന്ദീപ് വാര്യറിനെ പൊക്കിക്കൊണ്ട് കോൺഗ്രസ്സിലോട്ട് കൊണ്ടുവന്നു. അതാണ് കോൺഗ്രസ് ചെയ്ത സർജിക്കൽ മണ്ടത്തനം. ആ മണ്ടത്തനത്തിൽ കൂടെ ഒരു 6,000-7,000 വോട്ടിൽ കൂടുതൽ കോൺഗ്രസിൽ നിന്ന് കുറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJPയോട് വിട്ടു നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടിട്ടേനെ. പക്ഷേ സന്ദീപ് വാര്യർ കാണിച്ച ഈ ചെറ്റത്തരം BJPക്കാരെ പോലും കൃഷ്ണകുമാർ ജയിക്കണം എന്നുള്ള ഒരു മനസ്സ് അവരിൽ എത്തിച്ചു. അത് എത്തിച്ചതല്ല, കോൺഗ്രസ്സുകാർ അവരെ കൊണ്ട് തോന്നിപ്പിച്ചു. കാരണം ഈ സന്ദീപ് വാര്യർ അവസാന നിമിഷം BJPയെ കാല് വാരിയപ്പോൾ BJPയുടെ കൂടെ നിൽക്കണമെന്ന് BJPയോട് കൂടി പ്രവർത്തിച്ച് വരുന്ന എല്ലാവർക്കും തോന്നി. അങ്ങനെ തന്നെ ഒരു 6,000 വോട്ട് BJPയുടെ വോട്ട് കൂടുകയും അത് കോൺഗ്രസിൽ നിന്ന് കുറയുകയും സംഭവിച്ചു. അങ്ങനെ തന്നെ നോക്കുമ്പോഴത്തേക്കും 10,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് കൃഷ്ണകുമാറിന് ഈസിയായി പ്രവചിക്കാമെന്നുള്ള സാഹചര്യം എത്തി. ഇപ്പം തന്നെ നമ്മൾ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചാനലുകൾ BJPക്ക് ജയിക്കുവാനുള്ള സാധ്യത ഇപ്പം കൂടി എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, കോൺഗ്രസിൻ്റെ സർജിക്കൽ മണ്ടത്തരം. എങ്ങനെ പോയാലും ഈ ഒരു ഇലക്ഷന് 2,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും കിട്ടില്ല. നമുക്കിപ്പം ഇന്നലത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കുവാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അഥവാ ജയിച്ചാൽ പോലും ഒരു 2,000-2,200 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് കാണൂ. എന്നാൽ കൃഷ്ണകുമാർ പോലും ഒരു 2,000 വോട്ടിന് താഴെ ജയിക്കുവാനുള്ള സാഹചര്യം പാലക്കാടുണ്ട്. അത് പാലക്കാട് ഉണ്ടാക്കിയെടുത്തു. ആരുണ്ടാക്കിയെടുത്തു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞൂടാ. ആ ഒരു പത്രപരസ്യം എന്ന് വെച്ചാൽ, BJPയിൽ നിന്നും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലോട്ട് പോയപ്പോൾ സന്ദീപ് വാര്യറിൻ്റെ പഴയ കുറേ കോട്ട്സ് അവർ പരസ്യമായി ആൾക്കാരിലോട്ട് എത്തിച്ചു. കാരണം മുസ്ലിം ആൾക്കാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഇവർ കാണിച്ച ഒരു നല്ലൊരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് BJPക്ക് വേണ്ടി കാണിച്ചൊരു പ്രവൃത്തിയാണ്. കാരണം ഈ കോൺഗ്രസ്സിൽ നിന്നും പോകുന്ന ഈ മുസ്ലിം വോട്ട് ആർക്കായിരിക്കും പോകുന്നത്? അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് സരിനായിരിക്കും പോകുന്നത്. സരിന് എത്ര വോട്ട് കൂടിയാലും സരിൻ അവിടെ ജയിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം, BJPക്കാർക്കും അറിയാം. അപ്പോൾ ഈ സരിന് എത്ര വോട്ട് കൂടുതൽ പിടിക്കുന്നുവോ അതിനനുസരിച്ച് BJPക്കാണ് അവിടെ വിജയ സാധ്യത. കാരണം ഇവർ കൂടുതലായും BJPക്കാരിൽ നിന്ന് വോട്ട് സരിന് പിടിക്കുവാനല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചിരിക്കുന്നത്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും സരിനിലോട്ട് ഏകീകരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. ആ ഒരു പ്രവൃത്തിയും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് പറയുകയാണ്, അവിടെ നമ്മുടെ കൃഷ്ണകുമാർ ഒരു 2,050 വോട്ടിന് ഉറപ്പായും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇതൊരു വലിയ പ്രവചനമായിട്ടൊന്നും കാണണ്ട. 2,050 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയാം. ചിലപ്പം ഒരു 2,000 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ജയിച്ചേക്കാം. അതിൽ കൂടുതൽ ഭൂരിപക്ഷം പോകില്ല എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ.
ഇതൊരു പ്രഡിക്ഷനായിട്ട് കാണണ്ട. ഇത്രയും ഞാൻ പറഞ്ഞതെല്ലാം ഒരു നമ്മുടെ ഫാക്ട്സ് വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഫാക്ട്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 2050 വോട്ടുകൾക്ക് ഇവർ രണ്ടുപേരും ജയിക്കാം. എന്നാൽ കൂടുതൽ സാധ്യത ഇപ്പം കൃഷ്ണകുമാറിനാണ്. പക്ഷേ ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. കാരണം അവിടുത്തെ ഷാഫി പറമ്പിലിൻ്റെ ഒരു പെർഫോമൻസ് മാത്രമാണ് ഈ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഷാഫി പറമ്പിലിന് അവിടെ അത്രയ്ക്ക് ഹോൾഡുണ്ട്, അത്രയ്ക്ക് ആളുകൾ. ഇപ്പോൾ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഷാഫി പറമ്പിൽ പോകുമ്പോൾ സ്ത്രീകളും വന്ന് ഷാഫി പറമ്പിലിൻ്റെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 2050 വോട്ടുകൾക്ക് വിജയിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതാണ് എൻ്റെ അഭിപ്രായം.